കമ്പനികളുടെ കേസിൽ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റാണ് അണ്ടർ സബ്സ്ക്രിപ്ഷനും ഓവർ സബ്സ്ക്രിപ്ഷനും. ഓക്കെ, ഇവിടെ ഈ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അണ്ടർ സബ്സ്ക്രൈബ്ഡ് ആണ്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ എക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി, ഓക്കെ, എക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി 10,000 ഷെയറാണ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി 10,000 ഷെയർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തു. എന്നാൽ പബ്ലിക്ക് 9,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമേ കൊടുത്തോളെങ്കിൽ അതൊരു അണ്ടർ സബ്സ്ക്രൈബ്ഡ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ കമ്പനി എത്രയാണോ പബ്ലിക്കിലേക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്, പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതിനേക്കാളും കുറവാണ് പബ്ലിക് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷനെയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ എന്താണ്? ഇവിടെ ഷെയർ ഇഷ്യൂഡ് എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി പബ്ലിക്കിലേക്ക് 10,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 10,000 ഷെയർ പർച്ചേസ് ചെയ്യാം. എക്സ് ലിമിറ്റഡിൻ്റെ 10,000 ഷെയർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ പബ്ലിക്ക് 9,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പബ്ലിക്ക് 9,000 ഷെയറിന് മാത്രമേ ഇവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ, അതായത് കമ്പനി ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ കുറവാണ് പബ്ലിക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷനെയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതായത് അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഈ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നത് നമുക്കൊരു തലവേദനയേ അല്ല. കാരണം കമ്പനി 10,000 ഷെയർ ഇഷ്യൂ ചെയ്തു, പക്ഷേ ആളുകൾ 9,000ൻ്റെ ആപ്ലിക്കേഷനെ കൊടുത്തോളെങ്കിൽ നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് യാതൊരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. നമ്മൾ 9,000 വെച്ച് മാത്രം കണക്ക് ചെയ്യുക. അതായത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അക്കൗണ്ടിങ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല. നമുക്ക് യാതൊരു തലവേദനയുമില്ല, ഒരു എക്സ്ട്രാ അഡ്ജസ്റ്റ്മെൻറ്റും പഠിക്കാനില്ല. ജസ്റ്റ് 9,000ൻ്റെ ആപ്ലിക്കേഷൻ മണി വാങ്ങുന്നു, 9,000ൻ്റെ അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ എല്ലാം ഓൾറെഡി പഠിപ്പിച്ച പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി പഠിപ്പിച്ചതുപോലെ ഷെയറിന് ആപ്ലിക്കേഷൻ മണി കിട്ടും, അലോട്ട്മെൻറ്റ് മണി വാങ്ങണം, ഫസ്റ്റ് കോൾ നടത്തും, സെക്കൻഡ് കോൾ, അതുപോലെ തന്നെ പോകും. യാതൊരു തരത്തിലും ഈ പറയുന്ന അണ്ടർ സബ്സ്ക്രിപ്ഷൻ നമ്മുടെ പ്രോബ്ലത്തിനെ ബാധിക്കത്തില്ല. 9,000ൻ്റെ ആപ്ലിക്കേഷൻ മണി കിട്ടുന്നു, അത് ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റുന്നു. അലോട്ട്മെൻറ്റ് മണി ആവശ്യപ്പെടുന്നു, അത് സ്വീകരിക്കുന്നു. ഫസ്റ്റ് കോൾ ആവശ്യപ്പെടുന്നു, അത് സ്വീകരിക്കുന്നു. സെക്കൻഡ് കോൾ ആവശ്യപ്പെടുന്നു, അത് സ്വീകരിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, എല്ലാം നമ്മൾ പഠിപ്പിച്ച പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ യാതൊരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും വരത്തില്ല. നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത ക്ലാസ്സിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് തന്നെ. ആപ്ലിക്കേഷൻ മണി കിട്ടുന്നു, അത് ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റുന്നു. അലോട്ട്മെൻറ്റ് മണി ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റുന്നു, അത് സ്വീകരിക്കുന്നു. ഫസ്റ്റ് കോൾ ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റുന്നു, അത് സ്വീകരിക്കുന്നു. സെക്കൻഡ് കോൾ ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റുന്നു, അത് സ്വീകരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൂടുതൽ യാതൊരു തരത്തിലുള്ള എക്സ്പ്ലനേഷനും വേണ്ട. ജസ്റ്റ് മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക. ലെസ് ദാൻ ആയിരിക്കും, അതായത് കമ്പനി ഓഫർ ചെയ്ത എത്രയാണോ അതിനേക്കാൾ കുറവായിരിക്കും നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടുന്നത്. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ മീനിങ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഇതിൻ്റെ മീനിങ് എന്തായിരിക്കും? ഓവർ സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ കമ്പനി 10,000 ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. കമ്പനി പബ്ലിക്കിലേക്ക് 10,000 ഷെയറാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പക്ഷേ 15,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ വന്നാൽ അതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അതായത് കമ്പനി ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അത് എക്സീഡ് ചെയ്യും. കമ്പനി എത്രയാണോ ഇഷ്യൂ ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ വന്നാൽ അതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ 10,000 ഷെയറാണ് കമ്പനി ഇഷ്യൂ ചെയ്തത്, പക്ഷേ 15,000 ഷെയർ വേണമെന്നും പറഞ്ഞ് 15,000ൻ്റെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഇവിടെ നമുക്ക് കാര്യമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് 10,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നവർക്ക് 15,000ൻ്റെ ആപ്ലിക്കേഷൻ കിട്ടിയാൽ അത്യാവശ്യം നല്ല അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് കുറച്ച് തലവേദനയാണ്. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ സംഭവിച്ചാൽ നമ്മളത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, പ്രധാനമായിട്ട് 4 വഴികളുണ്ട്. ഒരു കമ്പനിക്ക് അവർ ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ വന്നാൽ പ്രധാനമായിട്ടും 4 രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഏതൊക്കെയാണ് ആ രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ രീതി അക്സെപ്റ്റിംഗ് റിക്വയർഡ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ഷെയർസ് ആൻഡ് ടോട്ടലി റിജക്റ്റിംഗ് റിമൈനിങ് ആപ്ലിക്കേഷൻ. എന്ത് മനസ്സിലായി?
അക്സെപ്റ്റിംഗ് റിക്വയർഡ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ഷെയർസ് ആൻഡ് ടോട്ടലി റിജക്റ്റിംഗ് റിമൈനിങ് ആപ്ലിക്കേഷൻസ്. ഒരു എക്സാമ്പിൾ ഞാൻ തന്നെ വെച്ച് പറഞ്ഞുതരാം. എല്ലാ എക്സാമ്പിളും ഞാൻ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സിറ്റുവേഷൻ എങ്ങനെയാണോ, നമ്മൾ 10,000 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി 10,000. ഓക്കെ, അപ്പോൾ കമ്പനി പബ്ലിക്കിലേക്ക് 10,000 ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. കമ്പനിക്ക് ആപ്ലിക്കേഷൻ കിട്ടിയത് 12,000. 12,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി. ഫസ്റ്റ് വൺ ഈ സിമ്പിൾ പ്രൊസീജിയർ. 2,000 ആപ്ലിക്കേഷൻ അങ്ങ് റിജക്റ്റ് ചെയ്യുക, എന്നിട്ട് 10,000 ആപ്ലിക്കേഷന് ഷെയർ കൊടുക്കുക. അക്സെപ്റ്റിംഗ് നമുക്ക് വേണ്ടുന്ന എത്രയാണ്? 10,000 അല്ലേ? അക്സെപ്റ്റിംഗ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് ഷെയർ ആൻഡ് ഫുള്ളി റിജക്ട് ദ റിമൈനിങ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നമുക്ക് വേണ്ടുന്നത് എത്രയാണോ അത്രയും മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ അവസാനം കിട്ടിയതായിരിക്കാം ഫിഫോ എന്ന് വിചാരിക്കാം. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് സെർവ്ഡ് എന്ന് പറയും. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് സെർവ്ഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യം കിട്ടിയ 10,000 ആപ്ലിക്കേഷൻ അവർ ഓക്കെ പറയും, പിന്നീട് അവസാനം കിട്ടിയ 2,000 റിജക്റ്റ് ചെയ്യും. വാട്ട് എവർ ഇറ്റ് ഈസ്, പ്രൊസീജിയർ ഇങ്ങനെയാണ്. നമുക്ക് വേണ്ടുന്ന അത്രയും ഷെയർ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നു, ബാക്കി റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 10,000 ഷെയറാണ് കമ്പനി പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തത്. 12,000 ആപ്ലിക്കേഷൻ കിട്ടി. ഒന്നാമത്തെ ഓപ്ഷനാണ് കമ്പനി ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഈ ഒന്നാമത്തെ ഓൾട്ടർനേറ്റീവാണ് കമ്പനി സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 10,000 ഷെയർ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും, 2,000 ഷെയർ കണ്ണും പൂട്ടി റിജക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഈ 2,000 ഷെയർ റിജക്ഷൻ, 10,000 ഷെയർ അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, രണ്ടാമത് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോറേറ്റ അലോട്ട്മെൻ്റ് ആണ്. പ്രോറേറ്റ അലോട്ട്മെൻറ്റ് ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. അതായത് ഇതും എക്സാമ്പിൾ വെച്ച് പറയാം. എല്ലാ എക്സാമ്പിളും നമ്മുടെ കയ്യിലുണ്ട്. കമ്പനി 10,000 ഷെയർ ആണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ, ഒരു കമ്പനി പബ്ലിക്കിലേക്ക് 10,000 ഷെയർ ഇഷ്യൂ ചെയ്തു. അവർക്ക് 20,000 ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. ആകെ 10,000 ഷെയർ ആണ് കമ്പനി പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. കമ്പനിക്ക് 20,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി. ഇവിടെ കമ്പനി ചെയ്യുന്നത് ഫുള്ളി അക്സെപ്റ്റും ചെയ്യുന്നില്ല, ഫുള്ളി റിജക്റ്റും ചെയ്യുന്നില്ല. അതാണ് പ്രോ റേറ്റ അലോട്ട്മെൻറ്റ്. എന്താണ് കമ്പനി ചെയ്യുന്നത് ചോദിച്ചാൽ, അലോട്ട് 1 ഷെയർ ഫോർ എവറി 2 ഷെയർസ് ഡിമാൻഡഡ്. അതായത് 2 ഷെയറിന് 1 ഷെയർ എന്ന കണക്കിൽ അലോട്ട് ചെയ്യും. 2 ഷെയർ ആവശ്യപ്പെട്ട ആൾക്ക്, 2 ഷെയറിന് ആപ്ലിക്കേഷൻ കൊടുത്തയാൾക്ക് 1 ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് കൊടുക്കും. 20 ഷെയർ ചോദിച്ചയാൾക്ക് 10 ഷെയർ കൊടുക്കും. 200 ഷെയർ ചോദിച്ചയാൾക്ക് 100 ഷെയർ കൊടുക്കും. 400 ഷെയർ ചോദിച്ചയാൾക്ക് 200 ഷെയർ കൊടുക്കും. അപ്പോൾ എത്രയാണോ ചോദിച്ചത് അതിൻ്റെ പകുതിയാണ് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. കാര്യം 10,000-ന് 20,000 ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ 1:2 ആണ്. 1:2 ഡബിൾ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചതിൻ്റെ പകുതി വെച്ച് എല്ലാവർക്കും കൊടുക്കുക. ആരെയും വിഷമിപ്പിക്കുന്നില്ല, 2 കൊന്ന് വെച്ച് ഈ 1:2 എന്ന രീതിയിൽ ഓരോ 2 ഷെയർ ചോദിച്ചവർക്കും 1 ഷെയർ എന്ന കണക്കിൽ അലോട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് 10,000 തന്നെ ടോട്ടൽ അലോട്ട്മെൻറ്റ് വരും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരാൾ 5,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ അയാൾക്ക് 2,500 ഷെയറേ കിട്ടത്തുള്ളൂ. ഇതാണ് പ്രോ റേറ്റ അലോട്ട്മെൻറ്റ്. ഒരു ഇക്വിറ്റബിൾ ബേസിൽ എല്ലാവർക്കും ഷെയർ കൊടുക്കുന്ന രീതിയാണ് പ്രോ റേറ്റ അലോട്ട്മെൻറ്റ്. അതാണ് രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ എക്സസ് ആയി നിൽക്കുന്നത് അതങ്ങ് റിജക്റ്റ് ചെയ്യുക, അവർക്കൊന്നും കിട്ടത്തില്ല. അവസാനമായിട്ട് 2,000 ആപ്ലിക്കേഷൻ, ഈ അവസാനം എന്നുള്ളതൊരു ലോജിക്കാണ്. മിക്കവാറും ഇത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് സെർവ്ഡ് ആയിരിക്കും. ആദ്യം കൊടുത്ത 10,000 ആപ്ലിക്കേഷൻ ഷെയർ കൊടുക്കും, ലാസ്റ്റായിട്ട് കൊടുത്ത 2,000 റിജക്റ്റ് ചെയ്യുന്നു. സിമ്പിൾ. കുറച്ച് റിജക്ഷൻ കുറച്ച് റിജക്റ്റ് ചെയ്യുന്നു, കുറച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. സിമ്പിൾ. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ആരെയും വിഷമിപ്പിക്കുന്നില്ല, എല്ലാവർക്കും ഷെയർ കൊടുക്കും. പക്ഷേ അവർ ചോദിച്ച അത്രയും കൊടുക്കത്തില്ല. ഇതിൻ്റെ ബേസിൽ എത്രയാണോ ഇഷ്യൂ ചെയ്തത് ഈസ്റ്റു എത്രയാണോ ആപ്ലിക്കേഷൻ കിട്ടിയത് 1:2. ഈ 1:2ൻ്റെ ബേസിൽ ഓരോ 2 ഷെയർ ചോദിച്ചവർക്കും 1 ഷെയർ വെച്ച് കൊടുക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ഇനി 3 എന്ന് പറയുമ്പോൾ ടോട്ടലി റിജക്റ്റിംഗ് സം ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോ റേറ്റ അലോട്ട്മെൻറ്റ് ടു ദ റിമൈനിങ്. ടോട്ടലി റിജക്റ്റിംഗ് സം ആപ്ലിക്കേഷൻ ആൻഡ് പ്രോ റേറ്റ അലോട്ട്മെൻറ്റ് ടു ദ റിമൈനിങ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ കമ്പനി 10,000 ഷെയറാണ് പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ആൾക്കാരോട് വാങ്ങാനായിട്ട് 10,000 ഷെയറാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ 23,000 ആപ്ലിക്കേഷൻ വന്നെന്ന് വിചാരിക്കാം. എക്സാമ്പിളാണേ, നമുക്കൊരു 23,000 ആപ്ലിക്കേഷൻ വന്നു. ഈ മൂന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ, മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കുറേ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. സപ്പോസ് 3,000 ആപ്ലിക്കേഷൻ റിജക്റ്റഡ്, 3,000 ആപ്ലിക്കേഷനക്ക് റിജക്ഷനാണ്, ഫുള്ളി റിജക്റ്റഡ്. ബാക്കി ഇനി എത്ര ഉണ്ട്?
ബാക്കി 20,000 ആപ്ലിക്കേഷൻ ഉണ്ട്. ആ 20,000 ആപ്ലിക്കേഷൻ്റെ പുറത്ത് നേരത്തെ പോലെ പ്രോ റേറ്റ് അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ കറക്റ്റ് 10,000 തന്നെ വരും. അപ്പോൾ ടോട്ടലി റിജക്റ്റിംഗ് സം ആപ്ലിക്കേഷൻ ആൻഡ് റിമൈനിങ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും? പ്രോ റേറ്റ് അലോട്ട്മെൻറ്റ് നടത്തും. ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. സോ ഒന്നെന്തായിരുന്നു? പെട്ടെന്ന് പറയാം. ഒന്നെന്തായിരുന്നു? ടോട്ടലി റിജക്റ്റിംഗ് ദെൻ ടോട്ടലി അക്സെപ്റ്റിംഗ്. രണ്ടെന്തായിരുന്നു? എല്ലാവർക്കും ഷെയർ കൊടുക്കാനായിട്ട് ടോട്ടൽ പ്രോ റേറ്റ് അലോട്ട്മെൻറ്റ്, ടോട്ടൽ ആപ്ലിക്കേഷൻ്റെ പുറത്ത് പ്രോ റേറ്റ് അലോട്ട്മെൻറ്റ്. മൂന്നാമത്തെ എന്തായിരുന്നു? ടോട്ടലി റിജക്റ്റിംഗ് സം ആപ്ലിക്കേഷൻ, ടോട്ടലി റിജക്റ്റിംഗ് എന്നിട്ട് ബാക്കിയുള്ളതിന് പ്രോ റേറ്റ് അലോട്ട്മെൻറ്റ്. ഇനി നാലാമതൊരു ഓപ്ഷൻ ഉണ്ട്. നാലാമത്തേൽ എല്ലാം വരും. ഫുൾ അലോട്ട്മെൻറ്റ്. കുറച്ച് ആപ്ലിക്കേഷൻസിന് ഫുള്ളി അക്സെപ്റ്റ് ചെയ്യും, കുറച്ച് ആപ്ലിക്കൻസിന് അവർ ചോദിച്ചത് മൊത്തം കൊടുക്കും, കുറച്ച് ആപ്ലിക്കൻസിന് അവർ എത്ര ചോദിച്ചോ അത് ഫുള്ള് കൊടുക്കുന്നു. കുറച്ച് ആപ്ലിക്കേഷൻ ടോട്ടലി റിജക്ഷൻ, ഫുള്ളി അക്സെപ്റ്റൻസ് ഉണ്ട്, ഫുള്ളി റിജക്ഷൻ ഉണ്ട്, ബാക്കി പ്രോറേറ്റ് അലോട്ട്മെൻറ്റ്. എല്ലാത്തിൻ്റെയും കൂടെ മിക്സാണ്. കുറച്ച് പേർക്ക് അവർ ചോദിച്ച ഷെയർ ഫുള്ള് കിട്ടും, കുറച്ച് പേർക്ക് ഒന്നും കിട്ടത്തില്ല, റിജക്ഷനാണ്. ബാക്കിയുള്ളവർക്ക് പ്രോറേറ്റ് അലോട്ട്മെൻറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതായത് നോക്കിയേ, ഈ എക്സാമ്പിൾ നോക്കിയേ. ഇപ്പോൾ കമ്പനി 10,000 ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ 20,000 ആപ്ലിക്കേഷൻ കിട്ടി. ഇത്ര ഓക്കെയാണ്, 20,000 കിട്ടി. നമ്മൾ അതിൽ നിന്ന് ആദ്യത്തെ ഒരു 2,000 പേർക്ക് ടോട്ടൽ അക്സെപ്റ്റൻസ് ആണ്. 2,000 ആപ്ലിക്കേഷൻ, ആദ്യത്തെ 2,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുവാണ്. അവർക്ക് 2,000 ഷെയറും കൊടുക്കും. ആദ്യം ഒരു 2,000 ഷെയർ ചോദിച്ചവർക്ക് 2,000 കൊടുക്കും. അവസാനത്തെ ഒരു 2,000 ആപ്ലിക്കേഷൻ ഫുള്ളി റിജക്റ്റ് ചെയ്യും. ആദ്യത്തെ ഒരു 2,000 ആപ്ലിക്കേഷൻ ഫുള്ളി അക്സെപ്റ്റ് ചെയ്ത് 2,000 ഷെയറും കൊടുക്കും. അവസാനത്തെ ഒരു 2,000 ആപ്ലിക്കേഷൻ ഫുള്ളി റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ബാക്കി എത്ര ആപ്ലിക്കേഷൻ ഉണ്ട്? 2,000 ഫുള്ളി അക്സെപ്റ്റ് ചെയ്തു, 2,000 ഫുള്ളി റിജക്റ്റ് ചെയ്തു. ബാക്കി 16,000 ആപ്ലിക്കേഷൻ ഉണ്ട്. അതെടുത്ത് വെച്ച് പ്രോറേറ്റ് അലോട്ട്മെൻറ്റ് നടത്തും, 2 കൊന്ന രീതിയിൽ. ബാക്കി 16,000 ആപ്ലിക്കേഷനിൽ ഓരോ 2 ഷെയർ ചോദിച്ചവർക്കും 1 ഷെയർ എന്ന കണക്കിൽ 8,000 അലോട്ട്മെൻറ്റ് നടത്തും, 8,000 അലോട്ട്മെൻറ്റ് നടത്തും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഓൾറെഡി നമ്മൾ ഫുള്ളി അക്സെപ്റ്റ് ചെയ്ത 2,000-ഉം ഇപ്പോൾ പ്രോറേറ്റ് അലോട്ട്മെൻറ്റ് നടത്തിയ 8,000-ഉം കൂടെ ആകുമ്പോൾ നമുക്ക് 10,000 തന്നെ കറക്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഇതാണ് നാലാമത്തെ ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ഈ 4 ഓൾട്ടർനേറ്റീവ് വെച്ചും നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇതാണ് ശരിക്കും ഒരു സബ്ജക്റ്റിൻ്റെ നട്ടല്ലെന്ന് പറയാം. ഈ 4 ഓപ്ഷൻസ് വെച്ചും നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റ് നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു വന്നാൽ, ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുള്ളി അക്സെപ്റ്റൻസ് കുറച്ച്, ഫുള്ളി റിജക്ഷൻ കുറച്ച്. ഓക്കെ, രണ്ടാമത്തതോ കംപ്ലീറ്റ്ലി പ്രോറേറ്റ് അലോട്ട്മെൻറ്റ്. മൂന്നാമത്തതോ കുറച്ച് ഫുള്ളി റിജക്റ്റ് ചെയ്യും, ബാക്കി പ്രോറേറ്റ് അലോട്ട്മെൻറ്റ്. നാലാമത്തതോ കുറച്ച് ഫുള്ളി അക്സെപ്റ്റൻസ്, കുറച്ച് ഫുള്ളി റിജക്ഷൻ, ബാക്കിക്ക് പ്രോറേറ്റ് അലോട്ട്മെൻറ്റ്. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ എന്ത് ഡീൽ ചെയ്യുന്നത്? ഓവർ സബ്സ്ക്രിപ്ഷൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 മെത്തേഡ് വെച്ചും നമുക്കിനി അങ്ങോട്ട് പ്രോബ്ലം വരും. നമ്മൾ ഈ പ്രോബ്ലം വരുമെന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആപ്ലിക്കേഷൻ മണി വാങ്ങണം, കൊടുക്കണം, അതെല്ലാം സെയിമാണ്. ഈ പ്രോറേറ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന 4 മെത്തേഡിലോട്ട് വരുമ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാറ്റം വരുമെന്നേ ഉള്ളൂ. കംപ്ലീറ്റ്ലി പുതിയ കാര്യമാണെന്നല്ല. ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ക്ലാസ്സുകളിൽ എന്തൊക്കെയാണോ പഠിച്ചിരിക്കുന്നത് അതെല്ലാം അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, സോ ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മുടെ ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ പ്രധാനപ്പെട്ട 4 കണ്ടീഷൻസ്. ഈ 4 രീതിയിൽ വേണം നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഷെയർ അലോട്ട് ചെയ്യാൻ. ഓക്കെ, സോ ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ഈ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഈ സബ്ജക്റ്റ് ഫുള്ളായിട്ട്, അതായത് ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് 4-ഇയർ ഡിഗ്രി തേർഡ് സെമ്മിൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇനി ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമുക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് അവൈലബിൾ ആകുന്നത്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസോ ഫീസിൻ്റെ ഡീറ്റെയിൽസോ അറിയാനായിട്ട് ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇതിലേക്കൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. എല്ലാ മൊഡ്യൂളും, അതിൽ തന്നെ ഒന്നാമത്തെ മൊഡ്യൂൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലുണ്ട്. അവിടെ കയറിയാൽ നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അത് ഫ്രീ ആണ്. ബാക്കി എല്ലാ മൊഡ്യൂളും പെയ്ഡ് ക്ലാസ് ആയിട്ടാണ്. സോ ക്ലാസ്സിൻ്റെ ഫീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇതിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് തരാം. അതല്ല, ഈ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്കിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിൻ്റെ ഫീസ് എല്ലാം കാണാൻ പറ്റും. പല കുട്ടികളും ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ജോയിൻ ആവാറാണ് പതിവ്. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഇപ്പോൾ ഞാൻ ഈ എടുത്ത ടോപ്പിക്ക് പോലെ എല്ലാ ടോപ്പിക്കും
ഈ സബ്ജക്റ്റിൻ്റെ, അതായത് ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് മൊഡ്യൂളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ വെച്ച് എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിനോട് ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, തുടക്കക്കാരെന്ന രീതിയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലാസ് ജോയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ.